എൻ്റെ വീഡിയോസ് ഇപ്പോൾ കാണുന്ന ആൾക്കാർക്ക് അറിയാം കേട്ടോ, ഞാനിപ്പോൾ ക്ലാസ്സിലൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പല കാര്യങ്ങളും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൽ വലിയൊരു കാര്യമാണ് ഈ ലൂയി എന്ന് പറയുന്നത്. ഇത്രയും നാൾ ഞാൻ ഇവനെ ഒട്ടും മാറ്റി നിർത്താതെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ഭയങ്കരമായിട്ട് എനിക്കിപ്പോൾ മിസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ ക്ലാസ്സിൽ പോയി തുടങ്ങിയതിന് ശേഷം കേട്ടോ എനിക്ക് ശരിക്കും അറിയാൻ പറ്റുന്നത് ആ ഒരു ഗ്യാപ്പ്. ചിലപ്പോൾ ഞാൻ രാവിലെ എണീക്കുന്ന സമയത്ത് ഇവൻ എഴുന്നേറ്റിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഞാൻ പോകുന്ന സമയത്ത് എണീറ്റിട്ടുണ്ടാവില്ല. ചില ദിവസങ്ങളിലേക്ക് ബയ്യൊക്കെ തരും, ഉമ്മയൊക്കെ തരും, പോയിട്ട് വാ എന്നുള്ള രീതിയിലേക്ക് ഓക്കെയൊക്കെ പറഞ്ഞിരിക്കും. ചില ദിവസങ്ങൾ ഭയങ്കര അരച്ചിലായിരിക്കും കേട്ടോ. അപ്പോൾ പല തരത്തിൽ ഇവൻ എന്നോട് റിയാക്ട് ചെയ്യുന്നുണ്ട് ഞാൻ ക്ലാസ്സിൽ പോകുന്നതിന്. പക്ഷേ നമുക്കൊരു അത്യാവശ്യമായിട്ട് പോകേണ്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതൊരു മാറ്റി വെക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. പിന്നെയെന്ന് പറയുന്നത് ഞങ്ങൾ 3 പേരും കൂടെ ഉള്ളൊരു സമയമാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ പഠിക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ക്ലാസ്സിൽ പോയത് ഇത്തിരി നേരത്തെ ആയിരുന്നു കേട്ടോ. ഞാൻ ഓൾറെഡി ഇത്തിരി നേരത്തെ എണീക്കാൻ നോക്കാറുണ്ട്. 7:30 ആകുമ്പോഴേക്കും ഞാൻ ക്ലാസ്സിൽ പോകും കേട്ടോ, എന്നാലേ നമ്മൾ അവിടെ എത്തുള്ളൂ. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഒരു പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല കോളേജിൽ. എന്നാൽ അവിടെ പരിപാടി ഉണ്ട് താനും. കോളേജിൽ പല പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പരിപാടി നടക്കുന്നുണ്ട്. ഫസ്റ്റ് ഇയേഴ്സിന് വേണ്ടിയിട്ടുള്ള പരിപാടി, അല്ലെങ്കിൽ സെക്കൻഡ് ഇയേഴ്സിന് വേണ്ടിയിട്ടുള്ള പരിപാടി, അങ്ങനെ പലതും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ കണ്ടിരിക്കും കേട്ടോ. നല്ല രസമാണ് ഇതൊക്കെ കാണാൻ. അതിൻ്റെ ഇടയിൽ ബോറടിക്കുമ്പോൾ ക്യാൻറ്റീനിൽ പോയിട്ട് ഒരു ഐസ്ക്രീമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വടയോ അങ്ങനെ ഞങ്ങൾ അങ്ങനത്തെ കുറച്ച് കലാപരിപാടികളുണ്ട് കേട്ടോ. ഇന്ന് ഒപ്പനയൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി ഒപ്പനയൊക്കെ കാണാൻ. എനിക്കിങ്ങനെ ഡാൻസ്, മയും അതേപോലെ തന്നെ പലതരത്തിലുള്ള പരിപാടികളുണ്ടാവില്ല, അതൊക്കെ കണ്ടിരിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. എന്നാൽ നമ്മുടെ കോളേജിൽ ഫിലിം ഫെസ്റ്റിവലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കുറേ നേരം ഇരുന്ന് കാണണം എന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ സ്റ്റാളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് പോകേണ്ടതൊക്കെ വന്നു. അപ്പോൾ അത് കാരണം കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഗ്രൗണ്ടിലൊക്കെ പോയിട്ട് കുറച്ച് പ്ലാനിങ് ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. ഇത് വേറെ ഒന്നുമില്ല കേട്ടോ. ഇന്ന് ഐഡൻറ്റി കാർഡ് കിട്ടിയതിൻ്റെ പ്രശ്നമാണ്, അത് മൈൻഡ് ചെയ്യേണ്ട. അതിനുശേഷം ഞങ്ങൾ വേറൊരു ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫസ്റ്റ് ഇയറിൻ്റെ പിള്ളേരുടെ ആണെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അവിടേക്ക് ചെന്നിരുന്നായിരുന്നു. അതിനുശേഷം നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ അത്രയധികം പേരൊന്നുമില്ല, ഒരു 15 ആ ഒരു റേഞ്ചിലെ കുട്ടികളുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും അങ്ങോട്ട് ഇങ്ങോട്ട് ഫുഡൊക്കെ ഷെയർ ചെയ്തായിട്ട് കഴിക്കാറ്.